നമസ്കാരം. ശബരിമലയിൽ 18ാം പടിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് അതിപ്പോൾ വിവാദമാവുകയാണ്. ആ വിവാദം ഹൈക്കോടതി വരെ എത്തിയിരിക്കുന്നു. ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ പോലീസുകാർക്ക് നേരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഇത്രയധികം വിവാദമാക്കേണ്ടതുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സനോജി, ഈ പറയുന്നത് പോലെ ശബരിമലയിലെ ഈ 18ാം പടിയിൽ ഒരു വലിയ ജോലി തന്നെയാണ്, അവരുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ്. അതിനുശേഷം കിട്ടിയ ഒരു ഇടവേളയിൽ അവർ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്നു. അത് ആചാര ലംഘനമാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട്. ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഹൈക്കോടതിയും പറഞ്ഞത് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമുക്കിതിനെ നോക്കിക്കാണാൻ കഴിയുക? ശബരിമലയുടെ ആചാര മര്യാദകൾ സംരക്ഷിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു ചാനലാണ് തത്വമയി ചാനൽ. അതുകൊണ്ട് തന്നെ 2018 യുവതീ പ്രവേശന വിധിയെ തുടർന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ചാനലിൻ്റെ ആക്ടിവിറ്റീസ്. അന്നു മുതൽ ഇന്ന് വരെ ശബരിമലയ്ക്ക് ദോഷമായി വരുന്നതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു വിവാദം ഇത്രയധികം ആളിക്കത്തിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഇത് കുറ്റമല്ല എന്നല്ല. ശരിക്കും 18ാം പടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ, ആ ബാച്ചിലെ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി തീരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർ ആ 18ാം പടിയിൽ നിന്നുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ശരിക്കും അത് ആചാര ലംഘനം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാര്യം 18ാം പടി എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ മൂർത്തിയോളം തന്നെ പരമപാവനമായി കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഒരുപാട് സങ്കല്പങ്ങളാണ് ആ 18 പടിക്ക് പിന്നിലുള്ളത്. ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ദീപാരാധനയും വഴിപാടും നിവേദ്യവും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ പടികൾക്കായി മാത്രം പൂജ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ക്ഷേത്രം ലോകത്ത് വേറെയില്ല പടിപൂജ നടക്കുന്ന. അതുകൊണ്ട് തന്നെ ഭക്തർ ക്ഷേത്രത്തിലെ മൂർത്തിയോളം തന്നെ പാവനമായി കാണപ്പെടുന്ന ഒന്നാണ് 18 പടികൾ. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഈ 18 മലകൾ, അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലെ 18 മലകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ 18 പടികളെന്ന് പറയുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ഈ അഷ്ടഗുണങ്ങൾ, അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അതിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഈ 18 പടിയും ഈ 18 കാര്യങ്ങളും വർദ്ധിച്ച് വേണം നമ്മൾ മുകളിലോട്ട് ചെല്ലാൻ. 18 കടമ്പകളും കടന്നു വേണം നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കാനെന്നൊരു തത്വമസിയിൽ ലയിക്കാനെന്നൊരു തത്വം അതിൽ ഉള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഈ 18 അവിടുത്തെ പടിപൂജയിലെ ഒരു സമർപ്പണം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ 18 മലകളാണുള്ളത്. അപ്പോൾ ഈ 18 മലകളിലും പോയി പൂജകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ 18 മലകളെയും ഈ 18 പടികളിലായി ആവാഹിച്ച് ഓരോ മലയ്ക്കും നൽകുന്ന പൂജാ സമർപ്പണമായിട്ടാണ് പടിപൂജ സമർപ്പിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയിലെ ഏറ്റവും ചിലവേറിയ പൂജാ വിഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പടിപൂജ എന്ന് പറയുന്നത്. അതെ, ആ പടി അത്രത്തോളം പാവനമാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പം അവിടെയാണ് ഈ ഒരു ഫോട്ടോ പോസിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റിക്കൊണ്ട് ഈ 18 പടിയിൽ നിരന്നു നിന്നുകൊണ്ട് പോലീസ് ഫോട്ടോ എടുത്തത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റല്ല, ആചാര ലംഘനം തന്നെയാണ്. അത് ഒരുപക്ഷെ അവരെ അറിവില്ലാതെ ചെയ്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ അങ്ങനെ അത്ര വില കുറച്ച് കാണുന്നുമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ശബരിമലയുടെ ആചാര കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നാളിതുവരെയും വന്നിട്ടുള്ള ഒരു ചാനലാണ് തത്വമയി. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നതിന് ഇതുമായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ആചാര ലംഘനമാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്. ഈ 5 വർഷം മുമ്പ് ഈ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ഇത് വന്ന സമയത്ത് രാഖി രാമാനം ബിന്ദു അമ്മിണിയെയും കനകദുർഗയും സന്നിധാനത്തിൽ കൊണ്ട് തൊഴിച്ചല്ലോ. അത് ആചാര ലംഘനമാണല്ലോ. അപ്പം അതും ഒരു കൂട്ടം പോലീസുകാരാണ് ചെയ്യിച്ചത്, ഇല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടുന്ന് വിളിച്ചു പറയിച്ച് രാഖി രാമാനം അവിടെ തമ്പടിച്ചിരുന്ന ഭക്തരെ മൊത്തം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആരോരും അറിയാതെ, അതും ശ്രീകോവിലിൽ തൊഴാൻ വേണ്ടിയല്ല അവിടെ പോയത്, അവർ സന്നിധാനത്തിലെത്തി എന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് ഭക്തരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അവരവിടെ സോപാനത്തിലെത്തിയത്. ആ സോപാനത്തിൽ നിൽക്കുന്ന ഫോട്ടോയും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോയും ഒക്കെയാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അത് കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചിരിയും ഉണ്ടായിരുന്നു, ഒരിക്കലും മലയാളികൾ മറക്കാത്ത ഒരു ചിരി. ഓഹോ, അങ്ങനെ സംഭവിച്ചോ എന്നുള്ള രീതിയിൽ, ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിക്കുള്ളതാണ് പിന്നീട് ഉള്ള കരച്ചിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയാൻ വന്നത്, അത് ആചാര ലംഘനമല്ലേ? അപ്പോൾ ഇത് ആചാര ലംഘനമാണെങ്കിൽ അതും ആചാര ലംഘനമല്ലേ? ഇതേ കേരള പോലീസ് തന്നെയല്ലേ അന്ന് അവർക്കും പാറാവ് പോയത്? അപ്പോൾ അതെന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല? കോടതി വിധി നടപ്പിലാക്കാനാണെന്ന് പറയും. ശരി, കോടതി വിധി അന്നങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് പോലീസല്ലേ?
തീർച്ചയായും. അപ്പോൾ ഇത് രണ്ടും ഒരേ കണ്ണോടെ അല്ലെങ്കിൽ ഒരേ ത്രാസോട് കൂടി കാണണ്ടേ? രണ്ടും ആചാര ലംഘനമാണല്ലോ. അങ്ങനെ ആചാര ലംഘനം എന്ന് പറഞ്ഞ് ഇതിനെ കാണുമ്പോൾ മറ്റതും ആചാര ലംഘനം തന്നെയാണ്. അപ്പോൾ അന്ന് ബിന്ദു അമണിക്കും കനകദുർഗയ്ക്കും പാറാവ് പോയ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? അവർക്കെതിരെ എന്ത് അച്ചടക്ക നടപടിയാണ് എടുത്തത്? കോടതി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു ന്യായമായ ഒരു ഭക്തന്റെ ചോദ്യമാണ്. അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവിടുത്തെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു മാധ്യമ ധർമ്മമാണ് ഈ ഒരു ചോദ്യം ഉയർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്നത്. ഒരിക്കലും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ പോലീസുകാർ ചെയ്തത് തെറ്റല്ലെന്നോ അവരെ ന്യായീകരിക്കുകയോ അല്ല. അവർ ചെയ്തത് കടുത്ത ആചാര ലംഘനമാണ്. അതിനുള്ള അച്ചടക്ക നടപടിയും മറ്റു കാര്യങ്ങളുമായി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഇത്രയും വിവാദമാകുമ്പോൾ അന്ന് എന്തുകൊണ്ട് മറ്റേ വിഷയത്തിൽ പോലീസുകാർക്ക് എതിരെ ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായില്ല? അതാണ് എൻ്റെ ചോദ്യം. ഈ സാധാരണ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ഈ 18-ാം പടിക്ക് അരികിലേക്ക് വന്ന് നിന്ന് ഫോട്ടോ എടുത്തതല്ല. അല്ല, ഇതില് പണ്ട് കാലങ്ങളിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതാണ് ഈ ശബരിമല ഡ്യൂട്ടിയുടെ ഒരു പ്രത്യേകത. ശബരിമല ഡ്യൂട്ടിക്ക് ചെല്ലുന്ന എല്ലാവരും സ്വാമിമാരാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാരാകട്ടെ, അവരോടൊപ്പം ഈ സേവനത്തിനായി എത്തുന്നവരാകട്ടെ, ഇത്തരത്തിൽ ഔദ്യോഗിക നിർവഹണത്തിന് അവിടെ എത്തുന്ന പോലീസ് വിഭാഗത്തിലുള്ളവർ, ഫയർഫോഴ്സ് വിഭാഗത്തിലുള്ളവർ, മറ്റ് ഇതര ഗവൺമെൻറ്റിൻ്റെ 20ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ശബരിമല തീർത്ഥാടനം നടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ജീവനക്കാർ അവിടെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് എത്താറുണ്ട്, മാധ്യമപ്രവർത്തകരടക്കം. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പന്മാരാണ്. അപ്പോൾ അവിടെ എത്തേണ്ട ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെയാണ് പലരും എത്തുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഡ്യൂട്ടിക്ക് പോയിരുന്നവർ ആദ്യം ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി പോയി അയ്യനെ ദർശിച്ച ശേഷമാണ് അവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. ഇന്നും അത് മുടക്കം കൂടാതെ നടത്തുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുറേ പേർ അല്ലാതെ വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒത്തിരിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം ADGP ശ്രീജിത്തിനാണല്ലോ ഇതിൻ്റെ ഒരു ഏകോപന ചുമതല. അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരു സർക്കുലർ ഇറക്കുകയായിരുന്നു. അതായത് ശബരിമല ഡ്യൂട്ടിക്ക് പോലീസിനെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ, വിശ്വാസമുള്ളവർ, ശബരിമലയെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസങ്ങളിൽ പൂർണ്ണമായും അതിനെ പിന്തുടരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്ക് വരാം. പക്ഷേ ഡ്യൂട്ടിക്ക് വന്നാൽ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഡ്യൂട്ടി നോക്കാനായിരിക്കും നിങ്ങൾ വരേണ്ടതെന്നൊരു നല്ല ഒരു കാര്യം ആദ്യം തന്നെ, ഇത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഇത് ദേവസ്വം ബോർഡിലെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. കാര്യം ഇത് ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്ത ഒരു നല്ല കാര്യമാണ്. അങ്ങനെയാണ് പോലീസുകാരെ ഡ്യൂട്ടിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പോലും. പിന്നീട് ഇവർക്ക് ഒരു വ്യക്തിത്വ വികസനത്തിന് വേണ്ടി അദ്ദേഹം തന്നെ ചില അറേഞ്ച്മെൻറ്റുകളിലൂടെ ചില ക്ലാസ്സുകൾ ഇവർക്ക് കൊടുത്തു. കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭക്തർക്ക് നേരെ പോലീസിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെയധികം വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അവർ അവിടെ എത്തുക. ഒരുപാട് വെല്ലുവിളികൾ അവിടെ വന്ന് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരും, തിരക്കുണ്ടാകും, ക്ഷീണം വരും. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് വേണം പോലീസുകാർ ഭക്തരോട് പെരുമാറാൻ. അങ്ങനെ പെരുമാറണമെങ്കിൽ എല്ലാ പോലീസുകാർക്കും ഒരേ രീതിയിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം വേണം. അതിനുവേണ്ടി ഇദ്ദേഹം പുറത്തുനിന്നുള്ള ചില അക്കാഡമീഷ്യൻസിനെയൊക്കെ സഹായത്തോടു കൂടി ഈ തിരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാർക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ പോലും എടുത്തു. അതായത് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയുള്ള ചില സെമിനാർ ക്ലാസ്സുകൾ പോലും അറേഞ്ച് ചെയ്തതായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പോലീസുകാരെ അവിടെ കൊണ്ട് ഡ്യൂട്ടിക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ തീർത്ഥാടന കാലഘട്ടം അതിൻ്റെ ആദ്യത്തെ 12 ദിവസം, ഇന്ന് 12 വിളക്കാണ് വൃശ്ചികത്തിലെ, ആദ്യത്തെ ഒരു 12 ദിവസം, 2 ആഴ്ചയോളം ആകാൻ പോകുന്നു. ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഭക്തർക്ക് ദർശനം കിട്ടാതിരുന്നിട്ടില്ല, അവിടെ അഭൂതപൂർവമായ തിരക്കുണ്ടായിട്ടില്ല, ഒരു പോയിന്റിൽ പോലും ഭക്തർക്ക് നിശ്ചിത സമയത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ തീർത്ഥാടന കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകേണ്ട ഒരുപാട് പരാതികളുണ്ട്. അതൊന്നുമില്ലാത്ത സുഗമമായ ഒരു തീർത്ഥാടന കാലഘട്ടമാണ് ഇക്കുറി തുടങ്ങിയത്. അത് ഞാൻ എപ്പോഴും പറയും, നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. അല്ലാതെ നല്ലത് വരുമ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് പോലെ അത് പറയാതെ പിന്നെ ഏതെങ്കിലും ദോഷമുള്ളത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അതല്ല. ഇത്രയും പോലീസ് ചെയ്ത നല്ല കാര്യമാണ്. പക്ഷേ ഈ വെളുക്കും വരെ വെള്ളം കോരിയിട്ട് കലമിട്ട് ഉടയ്ക്കും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ ഒരു ബാച്ചിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവർ ആ സന്തോഷത്തിൽ 18-ാം പടിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തത് ആചാരലംഘനമാണ്. അത് 100% ആചാരലംഘനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അറിവില്ലായ്മ കൊണ്ടോ എന്തോ അത് സംഭവിച്ചു. അത് ഒരുപക്ഷെ ഇത് അറേഞ്ച് ചെയ്ത പത്രക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇത് ഫോട്ടോഗ്രാഫറായി വേണമെങ്കിലും പറയാമായിരുന്നു. അവിടെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. പോലീസുകാരെ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുത്തവർക്കും അതിൽ കുറ്റമുണ്ട്.
അല്ല അത് അവിടെ ഒരു സതുദ്ദേശപരമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഉദ്ദേശം സതുദ്ദേശമാണ് 100%. 18ാം പടി ചവിട്ടണമെങ്കിൽ ഇരുമുടിക്കെട്ട് വേണം. അതെ. ആ ഇരുമുടിക്കെട്ട് ഇല്ലാതെ 18ാം പടിയിൽ നിൽക്കുന്നവർ ആണ് ഈ ഞാൻ അതാണ് കുമാറെ പറഞ്ഞു വന്നത്. കാര്യം ഈ പണ്ട് കാലങ്ങളിൽ ഡ്യൂട്ടിക്ക് പോയിരുന്ന ഈ പോലീസുകാർ അവരാദ്യം ഒരു വട്ടം ഇരുമുടിയുമായി ഈ പടി കയറും, എന്നിട്ടാണ് അവർ 18ാം പടിയിൽ അന്ന് ഡ്യൂട്ടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോ നമുക്ക് അറിയില്ല എത്ര പേർ അങ്ങനെ ഇരുമുടിയുമായി വരുന്നുണ്ട്, അല്ലാതെ ഡ്യൂട്ടിക്കായി മാത്രം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ 18ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരിൽ ഇപ്പോൾ ഒരു സമയം 20 പോലീസുകാർ അല്ലെങ്കിൽ 25 പോലീസുകാരുണ്ടെങ്കിൽ ഇതിലൊരു 5 പേരെങ്കിലും ഇരുമുടിക്കെട്ടുമായി വന്ന് കയറിയവരായിരിക്കണം ഉറപ്പായിട്ടും 100%. അല്ല അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ആ നിൽക്കുന്നവരെല്ലാം നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും അതീവ ഭക്തിയോടുകൂടിയും അവർ അയ്യപ്പന്മാരെ അത്രമാത്രം ഭക്തിയാദരവോടുകൂടിയും ഒക്കെ കാണുന്നവരാണ്. ഈ പറയുന്ന ഇരുമുടിക്കെട്ടില്ലാതെ അവിടെ നിൽക്കാനുള്ള അധികാരമുള്ള ആളുകളാണ്. കേരള പോലീസ് ആണെങ്കിലും ആ സമയത്തേക്ക് അവർ അയ്യപ്പന്റെ സൈന്യമാണ്. അയ്യപ്പന്മാർക്ക് 18ാം പടി കടന്നു കൂടണമെങ്കിൽ ഇവരുടെ കൈസഹായം വേണം. ഈ കൈസഹായം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ജോലിയാണ്. അവരുടെ ശാരീരികമായ അധ്വാനമുണ്ട്, കഠിനാധ്വാനമുണ്ട്, മാനസികമായ അധ്വാനമുണ്ട്, മണിക്കൂറുകളോളം നൂറുകണക്കിന് കയ്യും മെയ്യും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ഏകാഗ്ര ചിത്തതയുള്ള ഒരു പ്രവർത്തനമാണ്. ഇവർക്ക് ഒന്ന് അടി തെറ്റിയാൽ ചിലപ്പോൾ ഭക്തർക്ക് പോലും അപകടം പറ്റാവുന്നതാണ്. അപ്പൊ അത്രമാത്രം പരിശീലനം സിദ്ധിച്ചവരാണ് അവിടെ. ബാക്കിയുള്ള പടിക്കെട്ടുകൾ പോലെയല്ല. 18ാം പടിക്ക് താഴെ പോയി നിന്ന് മുകളിലോട്ട് നോക്കിയാൽ മാത്രമേ ആ പടിയുടെ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാവൂ. കുത്തനെയുള്ള പടിയാണ് അത്. ഒറ്റക്കല്ലിൽ പണിത പഴയ ഒരു ശില്പ രൂപം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ വിചാരിക്കുന്ന പോലെ ഓടിക്കയറാനൊന്നും പെട്ടെന്ന് പറ്റുന്നതല്ല. നമ്മൾ തന്നെ നിരവധി തവണ പോയിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ പടിയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തിരക്കുള്ള സമയത്ത് കൃത്യമായ ഒരു കൈസഹായത്തോടു കൂടി മാത്രമേ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരാൾക്ക് അത് കടന്നു പോകാനാവൂ. ഒരു മിനിറ്റിനുള്ളിൽ 70 മുതൽ 80 ഭക്തന്മാരെ കടത്തിവിടണം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണക്ക്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഒരു ടീമിന്റെ ഡ്യൂട്ടി. അവർ എത്രമാത്രം ഉത്സാഹത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഭക്തരൊക്കെ, അപ്പൊ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാട് നമ്മൾ അറിയാതെ പോകരുത്. കഷ്ടപ്പാടിനപ്പുറം അത് സേവനമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതാണ് ഞങ്ങളുടെ ആദ്യ ബാച്ച് ഒരു കുഴപ്പവുമില്ലാതെ. പക്ഷെ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത്. തെറ്റ് ഇപ്പോൾ ഈ പറയുന്ന പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏതോ ഒരു ബറ്റാലിയനിൽ 4 ദിവസത്തെ കഠിന പരിശീലനം, 10 ദിവസം. ഇതിൽ അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം 18ാം പടിക്ക് താഴെ നിരന്നു നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. പടികളിൽ കയറി പടിയുടെ വശങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ ഒരു ടൂർ പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടിൽ നിന്നുകൊണ്ട് ആ സ്പോട്ടിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ, പടിക്കെട്ടിലൊക്കെ നിരന്നിരുന്ന്. അതുപോലെ ഒരു സ്കൂൾ ഫോട്ടോ എടുക്കുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു കോളേജ് ഫോട്ടോ എടുക്കുന്ന ലാഘവത്തോടെ 18ാം പടിയുടെ വിഷൻ പോലും മറച്ചുകൊണ്ട് നിന്ന് ഇവർ ഫോട്ടോ എടുത്തു എന്നുള്ളത് കടുത്ത ആചാര ലംഘനം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, അത് ആചാര ലംഘനം തന്നെയാണ്. അതിന് ഇപ്പോൾ അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, സന്നിധാനം വൃത്തിയാക്കുക. അല്ല, ഇത് പോലീസിന്റെ ഒരു മുറയിലിനെ ബാധിക്കില്ലേ? കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ അവർ ഈ മണ്ഡലകാലത്ത് യാതൊരുവിധ കുറ്റം അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും ഇട നൽകാതെ പ്രവർത്തിക്കില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുക. പക്ഷെ ഇതൊരു വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം കനകദുർഗയും ബിന്ദു അമണിയും അവിടെ കയറിയതിനേക്കാളും വലിയ ആചാര ലംഘനമൊന്നുമല്ല 5 പോലീസുകാർ പടിയിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കാൻ പാടില്ല, വീണ്ടും പറയുന്നു. പക്ഷേ അത് ചെയ്തത് മറ്റത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല. അതെ, അത് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കഴിഞ്ഞ 12-10 മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ്, വെയിറ്റ് ചെയ്ത ശേഷമാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത്. ആയിരക്കണക്കിന് ഭക്തന്മാർ ദർശനം തേടാതെ പോയി, കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ വളരെ സുഗമമായി കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഫോഴ്സ് അല്പം കൂടി ട്രെയിൻഡാണ്, ദേവസ്വം ടീം അല്പം കൂടി ട്രെയിൻഡാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു അനാവശ്യമായ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് മാധ്യമങ്ങളൊന്നും പറയാത്ത കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ 10-12 ദിവസമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തീർത്ഥാടനത്തെ ഏകോപിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെല്ലാം 1-ാം തീയതി നട തുറക്കുമ്പോൾ TV ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കാണുന്നത് മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും മാത്രമാണ്. ഇതിനിടയിൽ അവിടെ കാണാറേയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രശാന്ത് വളരെ കാര്യക്ഷമമായി സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട്, അതുമാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം മാലയിട്ട് കെട്ടുമായി ദർശനവും നടത്തി.
പടിചവിട്ടി ദർശനവും നടത്തി. ഇതൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളാണ് അവിടുത്തെ പോസിറ്റീവ് വാർത്തകൾ എന്ന് പറയുന്നത്. കാര്യം ഈ നെഗറ്റീവ് വാർത്തകൾ കേട്ട് മടുത്തു. അവിടെ വരുന്നവർക്ക് സൗകര്യമില്ല, അതൊക്കെ വാർത്തകളാവണം, എങ്കിൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കുള്ളൂ. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം നല്ല പോസിറ്റീവ് കാര്യങ്ങൾ കൂടിയുണ്ട്, അതും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു ഏകോപന മികവ്. അതിനുശേഷം പിന്നീട് നമുക്ക് എടുത്തു പറയാനുള്ളത് പോലീസിന്റെ സേവനം തന്നെയായിരുന്നു. കാര്യം എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാലത്തും പരാതി ഉണ്ടാക്കിയിട്ടുള്ളത് പോലീസാണ്. അതുകൊണ്ട് തന്നെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കൃത്യമായ ഒരു ഏകോപനം ഈ കുറി പോലീസിന് ആദ്യത്തെ ഒരു ടേമിൽ നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാറ്റി നിർത്തിയാൽ. പക്ഷേ ഇതിനൊരു വിവാദത്തിന്റെ മേമ്പൊടി വന്നപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതൊരു കടുത്ത ആചാര ലംഘനമാണ്, അതുകൊണ്ട് വലിയ ശിക്ഷ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ വാർത്തകൾ വന്നതോടുകൂടി ഇതിന്റെ ഒരു ഈ കുമാർ പറഞ്ഞ പോലീസിന്റെ ഒരു മൊറൈലിനെ അത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അടുത്ത് വരുന്ന ബാച്ചിന് അതൊരു ബോധവൽക്കരണമായി. ഇനി അവർക്ക് അവിടെ എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാം. ഈ ശബരിമല ഡ്യൂട്ടിക്ക് ഒരുപക്ഷെ ഇപ്പോഴൊക്കെ പോകുന്നവർ പഴയതുപോലെ പരിചയസമ്പന്നരാവണമെന്നില്ല. ആദ്യമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട പോലീസ്. അപ്പോൾ അവർക്കൊരു ആവേശമാണ്. ഒന്ന്, അയ്യപ്പൻ്റെ സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്യാൻ കിട്ടിയ ഒരു അവസരം, അതും 18ാം പടിയിൽ നിൽക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലമായതുകൊണ്ട് ഫോട്ടോയും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതാണ് ഇതിൽ സംഭവിച്ച യഥാർത്ഥമായ ഒരു കാര്യം. ഈ കോടതി ഈ കാര്യത്തിലൊരു എതിരഭിപ്രായം രേഖപ്പെടുത്തി അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് അവിടുത്തെ ഒരു സാഹചര്യമാണ്. അതായത് ഈ ഏരിയ 18ാം പടിയും അതിന് തൊട്ട് ചുറ്റുമുള്ള ഏരിയ ഒക്കെ മൊബൈൽ ഫോട്ടോഗ്രാഫി നിരോധിച്ച സ്ഥലമാണ്. കാരണം ഇവരെടുക്കും പോലെ ഈ വരുന്ന ഭക്തർ, ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും ശബരിമലയുടെ മൊത്തം പ്രവർത്തനവും താളം തെറ്റും. ഈ പ്രാവശ്യത്തെ ഏകോപന മീറ്റിംഗ് കഴിഞ്ഞ്, അതായത് ശബരിമല കോർഡിനേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പത്രക്കാരോടായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഭക്തരെ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ വാർത്തകളിലൂടെ അറിയിക്കണമെന്ന്. അന്ന് അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 18ാം പടിക്ക് മുകളിൽ ഭക്തർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടാകില്ല. അതായത് ഒരു തരത്തിൽ അവിടെ ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം അത്യാവശ്യം ആരെങ്കിലും മൊബൈൽ കൈ വയ്ക്കാം, പക്ഷേ അത് സുരക്ഷിതമായി ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ വല്ലതും സൂക്ഷിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചില ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് സോപാനത്തിൽ നിന്ന് തൊഴുത് ശ്രീകോവിലിനുള്ളിലുള്ള വിഷ്വൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതൊരു തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ആ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ശബരിമല ശ്രീകോവിൽ ഫ്ലൈ ഓവർ കയറുന്ന സമയത്ത് തന്നെ മൊബൈൽ ഓൺ ചെയ്ത്, ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ പിടിച്ച് കയറി. അതെ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഈ ശബരിമലയിൽ മതിയായ ക്ലോക്ക് റൂം സുരക്ഷാ സംവിധാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സാധനം അവിടെ തന്നെ വയ്ക്കണമെന്ന് ഇവർക്ക് കർക്കശമായി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ബാഗിൽ വയ്ക്കുക. ഈ മൊബൈൽ ഫോൺ അവിടെ അത്യാവശ്യമാണ് താനും. കാര്യം കൂട്ടം തെറ്റി പോകുന്നവർക്ക് പരസ്പരം കണ്ടെത്താനും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കും എല്ലാം മൊബൈൽ ഫോൺ വളരെയധികം ആവശ്യമാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് 18ാം പടിക്ക് മുകളിലോട്ട് കയറുമ്പോൾ മൊബൈൽ ഫോൺ സുരക്ഷിതമായി ബാഗിനകത്തോ അല്ലെങ്കിൽ പോക്കറ്റിലോ എവിടെയെങ്കിലും സുരക്ഷിതമായി വയ്ക്കുക. ഫോട്ടോഗ്രാഫി അതിന് മുകളിൽ പാടില്ല. അത് മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു, നിങ്ങൾ അത്യാവശ്യം ആശയവിനിമയത്തിനല്ലാതെ മൊബൈലിൽ നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭക്തരും വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ പിന്നെ മാധ്യമപ്രവർത്തകർക്കാവാം, ഭക്തർക്കാവാം, അങ്ങനെ ഒരു താരതമ്യം വരും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ശബരിമലയുടെ ദൃശ്യങ്ങളല്ലാതെ, കാര്യം നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഒരു മഹാക്ഷേത്രമാണ്. ഇതിൻ്റെ വലിയ സുരക്ഷാ ഭീഷണിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. കൊച്ചിയിൽ NIA-യുടെ റൈഡ് നടന്ന സമയത്തൊക്കെ അവിടെ നിന്ന് പിടിച്ച ഒരാളിനെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റ് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലും ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അവിടുത്തെ ഈ ഫോട്ടോ എടുപ്പിനെ, അതായത് 18ാം പടിയിലെ ഫോട്ടോ എടുപ്പിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് ആചാര ലംഘനം തന്നെയാണ്. പക്ഷേ ഇത്രയധികം വിവാദമാക്കേണ്ട ഒരു വിഷയം അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളും വലിയ വിവാദ വിഷയമാണ് ബിന്ദു അമ്മണിയെയും കനകദുർഗയും മോളിൽ കയറ്റിയ പോലീസുകാർ ചെയ്തത്. അതാണ് കടുത്ത ആചാര ലംഘനം. ഇനി വേണമെങ്കിലും നടപടിയെടുക്കാം. ഇതിൽ കൃത്യമായ നടപടിയെടുക്കാൻ കോടതി വരെ മുന്നിട്ടിറങ്ങിയെങ്കിൽ അതും ഒരു ആചാര ലംഘനമായി കണ്ട് അതിനെതിരെയും നടപടി വേണം എന്നുള്ളതാണ് തത്വമയിയുടെ ഒരു ആവശ്യം.
എന്തായാലും ഇങ്ങനെയാണ് ഒരു മഹാക്ഷേത്രത്തെ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത്. പക്ഷേ അച്ചടക്കം വളരെ പ്രധാനമാണ്. പോലീസ് അവരുടെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനാണ് എടുത്തിരിക്കുന്നത് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ആ ഒരു ആക്ഷനെ വിമർശിക്കാൻ നമുക്ക് കഴിയില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കാതെ നോക്കാം. പോലീസിന്റെ ഒരു മുറയിൽ അത് കാത്തു സൂക്ഷിക്കാനും ശ്രമിക്കാം. അഭിനന്ദനാർഹമാണ് ഇതുവരെയുള്ള പോലീസിന്റെ പ്രവർത്തനം, ഒപ്പം പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഒപ്പം കുമാറെ, ഭക്തർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇനിയും ദർശനം നടത്തുന്നവർ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 18ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വിളിക്കുക, അവിടെ നിന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ ശ്രമിക്കാതിരിക്കുക. താഴെ വന്ന് നിങ്ങൾക്ക് 18ാം പടിക്ക് താഴെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിൽ നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ മുകളിൽ അത് കൃത്യമായി ദേവസ്വം ബോർഡ് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇങ്ങനെ ഇതൊരു കോടതിയുടെ നിരീക്ഷണം കൂടിയാണ്. അവിടെ CCTV മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തിരക്കിനിടയിൽ എല്ലായ്പ്പോഴും ഇതിൻ്റെ ഒരു നിരീക്ഷണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാകില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.